കെ മൗലവിയുടെ ചരിത്രത്തിൽ ഇതിന് സമാനമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഒരിക്കൽ NV അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന് NV അബ്ദുറഹ്മാൻ ഹാജിയുടെ നാട്ടിൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ യാഥാസ്ഥികരായ പുരോഹിതന്മാരും തൗഹീദ് പറയുന്ന ആളുകളും തമ്മിൽ തർക്കമുണ്ടായി. പരസ്പരം ഖണ്ഡനങ്ങൾ, മറുപടികൾ, ലഘുലേഖകൾ, പുസ്തകങ്ങളൊക്കെ പുറത്തിറക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു പുരോഹിതൻ വളരെ കടുത്ത ഭാഷയിൽ തൗഹീദുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് ലേഖനം എഴുതി. അതിനു മറുപടിയായി തക്ക ഭാഷയിൽ തന്നെ തിരിച്ചു മറുപടി വന്നു. ഈ മറുപടി കെ മൗലവിയുടെ കയ്യിലെത്തി. മൗലവിയുടെ കയ്യിൽ ഈ ലഘുലേഖ എത്തി. ഇവരെ വിളിപ്പിച്ചു, വരാൻ പറഞ്ഞു. അദ്ദേഹം പറയും, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ മൗലവി അദ്ദേഹത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. ഞങ്ങളവിടെ ചെന്നിരുന്ന ഒരു 2-3 മിനിറ്റ് അദ്ദേഹം തല താഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹം പലതവണ പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ ലഘുലേഖയിലെ പ്രയോഗങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ കാലഘട്ടത്തിൽ പരസ്പരമുള്ള മറുപടിയിൽ ആൾക്കാർ ഉപയോഗിച്ച പദങ്ങൾ ഇപ്പം എന്തായിരിക്കും? എത്ര നിസ്സാരമായ പ്രയോഗങ്ങളായിരിക്കും. ഇന്ന് എന്തൊക്കെയാണ് സ്റ്റേജിൽ ആൾക്കാർ അങ്ങോട്ട് പറയുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്. ഇന്നലെ വരെ തോളത്ത് കേട്ട് നടന്ന ആളുകൾ തമ്മിൽ വരെ എന്തൊക്കെയാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ തിരുത്തണം, നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ സ്റ്റേജിൽ നിന്നിട്ടുള്ള തൗഹീദുള്ള ആളുകൾ തമ്മിൽ ഇങ്ങനെ തല്ലുകൂടുന്ന സ്ഥിതി നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടോ, എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ചയുണ്ട്, മര്യാദയുള്ള ഭാഷയിൽ അങ്ങോട്ടോട്ട് പറഞ്ഞൂടെ? നിങ്ങളൊരാളും അങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസം പറയാതിരിക്കേണ്ട, എല്ലാവരും അങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയണം. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഭാഷയിൽ മര്യാദകൾ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ മൂന്നാമതൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തൗഹീദിൽ നിന്ന് അകന്നു പോകാനാണ് ഇത് കാരണമാവുക. യാഥാസ്ഥികർക്ക് മറുപടി നൽകിയപ്പോൾ നമ്മുടെ മുൻഗാമിയായ കെ മൗലവി ഭാഷ മോശമായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദേഷ്യം പിടിക്കാൻ. നമ്മളിൽ പലരുടെയും ഭാഷ അദ്ദേഹം കേട്ടിരുന്നെങ്കിൽ എന്താ വരുന്ന അവസ്ഥ?